അൻ ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജാ, നിങ്ങൾക്ക് ഭാര്യയെ നൽകിയത്, ഭർത്താവിന് നൽകിയത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. എന്തിനാണിത് നൽകിയത്? ലിതസ്കുനു ഇലൈഹ, നിങ്ങൾക്കിടയിൽ സന്തോഷമുണ്ടാവാൻ, നിങ്ങൾക്കിടയിൽ സമാധാനമുണ്ടാവാൻ, നിങ്ങൾക്കിടയിൽ ഒരു ജീവിതത്തിൽ സംതൃപ്തിയുണ്ടാവാൻ. ഇതിനാണ് അള്ളാഹു കല്യാണം കഴിക്കാൻ പറഞ്ഞത്. സത്യത്തിൽ നമ്മുടെ കല്യാണങ്ങളൊക്കെ ഇങ്ങനെയാണോ? കല്യാണം കഴിച്ചതിന് ശേഷം എനിക്ക് സമാധാനം കിട്ടിയിട്ടുണ്ടെന്ന് പറയാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉസ്താദേ, എന്റെ കല്യാണം കഴിഞ്ഞത് മുതൽ എനിക്ക് റാഹത്താണ്, എന്റെ ജീവിതം ആകെ ഒരു ജീവിതത്തിന് അർത്ഥമുണ്ട് എന്ന് തോന്നിയത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എന്ന് പറയാൻ കെൽപ്പുള്ള ആളുകളുണ്ടോ? അള്ളാഹു നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ബർക്കത്ത് നൽകട്ടെ. ദുആ ചെയ്യണമെന്ന്. അല്ലാഹുമ്മ അല്ലിഫ് ബൈനനാ കമാ അല്ലഫ്ത ബൈനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്വാജിഹി ത്വാഹിറാത്ത്. അല്ലാഹുവേ, അല്ലാഹുവിന്റെ ഹബീബിന്റെയും അവിടുത്തെ ഭാര്യമാരുടെയും ഇടയിലുണ്ടായിരുന്ന ഇണക്കം, അതുപോലെയുള്ള ഒരു ഇണക്കം എന്റെയും എന്റെ ഭാര്യയുടെയും ഇടയിൽ നൽകണേ എന്ന് ദുആ ചെയ്യണം. ദുആ ചെയ്യാറുണ്ടോ? 5 വഖ്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ദുആ ചെയ്യണം. അല്ലാഹുമ്മ, അല്ലാഹുവേ, അല്ലിഫ് ബൈനനാ, അല്ലാഹുമ്മ അല്ലിഫ് ബൈനി ഒറ്റയ്ക്കാണെങ്കിൽ, വബൈന സൗജതി, എന്റെയും എന്റെ ഭാര്യയുടെയും ഇടയിൽ നീ ഇണക്കം നൽകണേ, സ്നേഹം നൽകണേ. കമാ അല്ലഫ്ത ബൈനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്വാജിഹി ത്വാഹിറാത്ത്, അല്ലാഹുവിന്റെയും അല്ലാഹുവിന്റെ ഹബീബിന്റെയും ഭാര്യമാരുടെ ഇടയിലുണ്ടായിരുന്ന ഇണക്കം, ആ ഒരു സ്നേഹം എന്റെ ദാമ്പത്യ ജീവിതത്തിലും നൽകണേ എന്ന് ദുആ ചെയ്യണം. അല്ലാഹു നൽകട്ടെ. സന്തുഷ്ടമായ കുടുംബമാക്കി അല്ലാഹു നമ്മുടെ കുടുംബങ്ങളൊക്കെ മാറ്റുമാറാവട്ടെ. വലിയൊരു ഉപകാരമാണ്. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. എന്തിനാണ് ലിതസ്കുനു ഇലൈഹ, നിങ്ങൾക്ക് സന്തോഷമുണ്ടാവാനാണ് കല്യാണം കഴിക്കാൻ പറഞ്ഞത്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാക്കി തന്നു അല്ലാഹു. വജഅല ബൈനകും മവദ്ദ, ഇന്നലെ വരെ കണ്ടാൽ നോക്കാത്ത ചെറുപ്പക്കാരനെ സവ്വജ്തുക എന്ന ഉപ്പയോട് പറയുമ്പോൾ, ഉപ്പ ഭർത്താവിനോട് പറയുമ്പോഴേക്കും ആ പെണ്ണ് ഈ ഭർത്താവിന്റെ കീഴിലാവുകയാണ്. പിന്നെ ഭർത്താവില്ലാതെ പെണ്ണിന് ജീവിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ നാട്ടിലെ ഏത് സിസ്റ്റാണ്? മരുമക്കത്തായാണോ അല്ല മറ്റു സിസ്റ്റാണോ? പെണ്ണിന്റെ വീട്ടിൽ ആണ് താമസിക്കലാണോ അല്ല ആണിന്റെ വീട്ടിൽ പെണ്ണ് താമസിക്കലാണോ? ഏതാ? കാസർഗോഡ് ആ സ്റ്റൈലാണല്ലേ, കണ്ണൂർ സ്റ്റൈലല്ല. മാഷാ അല്ലാഹ്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ കാരുണ്യമുണ്ടാക്കിയത്, നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാക്കി തന്നത് ഞാനാണ്. അതെന്റെ ദൃഷ്ടാന്തമാണ്. ഇനി കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ പെണ്ണ് പറയാണ്, എനിക്ക് ബോറടിക്കാൻ ഇവിടെ, ഞാൻ എന്റെ വീട്ടിൽ പോയിക്കോട്ടെ. ഭർത്താവ് ആദ്യമൊക്കെ ഭാര്യയാണല്ലോ, വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പോയിക്കോന്ന് പറഞ്ഞു അവിടെ പറഞ്ഞേക്കും. പെണ്ണ് 2 ദിവസമാകുമ്പോൾ ഭർത്താവിനെ വിളിക്കാൻ തുടങ്ങും, നിങ്ങളെന്താ വരാത്തത് അല്ലേ, നിങ്ങളെന്താ വരാത്ത, നിങ്ങളെ കാണുന്നില്ലല്ലോ. ഭർത്താവില്ലാതെ ഭാര്യയ്ക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ കല്യാണം കഴിയലോടുകൂടി സംഭവിക്കുകയാണ്. ഇത് ആരാണ് ഉണ്ടാക്കിയത്? വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കിയത് അല്ലാഹുവാണ്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ, ചിന്തിക്കുന്നവർക്ക് ഈ വിഷയങ്ങളിൽ ദൃഷ്ടാന്തമുണ്ട്, ചിന്തിക്കുന്നവർക്ക് ഈ വിഷയങ്ങളിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമ്മോട് പഠിപ്പിക്കുകയാണ്. കുടുംബജീവിതം അല്ലാഹു ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാം മുതൽ മഹദിയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയുടെ ആ ഒരു കല്യാണം കൊണ്ട് തുടങ്ങിയതാണ് ഈ കുടുംബജീവിതം. കുടുംബജീവിതം പുലർത്താനും അല്ലാഹു പ്രോത്സാഹിപ്പിച്ചു. അല്ലാഹു പറയുന്നു, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസഅ ലഹു ഫീ അഥരിഹി ഫല്യസിൽ റഹിമ. നിങ്ങൾക്ക് ഒരുപാട് കാലം ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? ഒരുപാട് കാലം ജീവിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ദീർഘായുസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? വയുബ്സത ലഹു ഫീ റിസ്ഖിഹി, ഭക്ഷണത്തിൽ വിശാലത വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ആരുടെയും മുമ്പിൽ യാചിക്കാതെ, ഒരു നേരത്തെ അപ്പക്കഷ്ടത്തിന് വേണ്ടി കൈനീട്ടാതെ, വളരെ റാഹത്തോടെ മരണം വരെ ഭക്ഷണം കഴിക്കുവാനും മക്കൾക്ക് നൽകുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതിനെന്താണ് ചെയ്യേണ്ടത്? ഫല്യസിൽ റഹിമ, നിങ്ങൾ കുടുംബബന്ധം പുലർത്തണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്.
അപ്പോ ദീർഘായുസിന് വേണ്ടി എന്താ ചെയ്യേണ്ടത്? രാവിലെ എണീച്ചിട്ട് പെണ്ണുങ്ങളൊക്കെ മാഷാ അല്ലാഹ് പർദ്ദ ഇട്ടിട്ടൊരു ജോഗിങ്ങിന് പോവാറുണ്ട് സുബഹിക്ക് മുമ്പ്, അല്ലേ? രാവിലെ എണീച്ചിട്ട് നിങ്ങളുടെ നാട്ടിലുണ്ടോന്ന് എനിക്കറിയില്ല. രാവിലെ എണീറ്റാല് കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ വാതിന് പോയി അവിടെ താമസിച്ചാല് രാവിലെ സുബഹിക്കുള്ള ട്രെയിൻ പിടിക്കാൻ വേണ്ടി പോകുമ്പോ കാണാം പർദ്ദയിട്ട പെണ്ണുങ്ങളൊക്കെ രാവിലെ ഇങ്ങനെ ടോർച്ചും പിടിച്ചിട്ട് നടക്കുന്നുണ്ടാകും സുബഹിക്ക് മുമ്പ്. എന്തിനാണത്? ഈ കൊഴുപ്പൊക്കെ പോയി തടിയൊക്കെ ഒന്ന് സ്ലിമ്മായി അല്ല ഗ്ലാമറായി നടക്കാനും ആയുസ്സൊന്ന് നീട്ടിക്കിട്ടാനുള്ള താല്പര്യമാണ്. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ ഫഇന്നഹു മുലാഖീകും. മരണത്തിൽ നിന്ന് എത്ര ഓടാൻ ശ്രമിച്ചാലും മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. ആംബുലൻസുകൾ സൈറൻ മുഴക്കി ഓടുന്നത് ആ ആംബുലൻസിലുള്ള രോഗിയെ എങ്ങനെയെങ്കിലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന താല്പര്യത്തോടെയാണ്, അല്ലേ? ആംബുലൻസുകൾ സൈറൻ മുഴക്കി അമിതമായ വേഗത്തിൽ ഓടിപ്പോകുന്നത് അതിലുള്ള രോഗിയെ, അതിലുള്ള പേഷ്യന്റിനെ എങ്ങനെയെങ്കിലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന താല്പര്യത്തോടെയാണ്. പക്ഷേ നിങ്ങൾ ഓടിപ്പോകുന്ന, വിരണ്ടോടിപ്പോകുന്ന പേഷ്യന്റിന് ജീവൻ നൽകാൻ നിങ്ങൾ പോകുന്നുണ്ട്. ആ മരണമുണ്ടല്ലോ ഫഇന്നഹു മുലാഖീകും, നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും നിങ്ങൾ എത്ര വേഗതയിൽ പോയാലും. പക്ഷേ അവിടെ റൂഹ് ആയുസ്സിന് വർധനവുണ്ടാവാൻ, ആയുസ്സിന് ദൈർഘ്യമുണ്ടാവാൻ, ജീവിതത്തിൽ ബറക്കത്തുണ്ടാവാൻ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫല്യസിൽ റഹിമ, കുടുംബബന്ധം പുലർത്തട്ടെ, കുടുംബബന്ധം പുലർത്തട്ടെ. കുടുംബബന്ധം പുലർത്തുന്ന ആളുകളുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും. നിങ്ങൾ ചോദിക്കും റുഫിഅത്തിൽ അഖ്ലാം വജഫത്തിസ് സുഹഫ്, പേന അള്ളാഹു ഒന്ന് തീരുമാനിച്ചു, പേനകൾ ഉയർത്തപ്പെട്ടു, ഏടുകളൊക്കെ ഉണങ്ങി, പിന്നെ ഇനി എന്റെ ആയുസ് നീട്ടിത്തരുമോ, അല്ലെ? കുടുംബബന്ധം പുലർത്തിയത് കാരണം എന്റെ ആയുസ് നീട്ടിക്കിട്ടുമോ എന്ന് സംശയം ഉണ്ടാകും. പണ്ഡിതന്മാർ രണ്ടഭിപ്രായമാണ് അവിടെ പറയുന്നത്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മ ചെയ്യാൻ നമ്മൾക്ക് പറ്റും. കുടുംബബന്ധം പുലർത്തുന്ന ആളുകളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ അവർക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് അതാണ് പറയുന്നത്. ആയുസ്സിൽ ബറക്കത്തുണ്ടാകുമെന്ന് പറഞ്ഞാൽ 60 വർഷം ജീവിച്ച ആളെക്കാളും നന്മകൾ 40 വർഷം ജീവിച്ച ഒരാൾക്ക് ചെയ്യാൻ പറ്റും, അയാൾ കുടുംബബന്ധം പുലർത്തുന്ന ആളാണെങ്കിൽ. രണ്ടാമത് പറഞ്ഞത് അള്ളാഹു മായ്ച്ചു കളയുമെന്ന് തന്നെയാണ്. യഹ്കുമു മാ യശാ വയുസ്ബിതു ഇൻദഹു ഉമ്മുൽ കിതാബ്. അള്ളാഹു വേണ്ടത് വിധിക്കും, അള്ളാഹുവിന്റെ നിയമം അള്ളാഹു മാറ്റിമറിക്കും ആവശ്യമുണ്ടെങ്കിൽ. അപ്പൊ കുടുംബബന്ധം മുറിക്കുന്ന ആളുകളുടെ ആയുസ് അള്ളാഹു ദീർഘിപ്പിച്ചു തരും എന്ന് തന്നെയാണ് ചില പണ്ഡിതന്മാർ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോ ഈ ജോഗിംഗ് ഒക്കെ നല്ലതാണ്, എക്സസൈസും നല്ലതാണ്, കുഴപ്പമില്ല. പക്ഷേ അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യാ? ആഴ്ചയിലൊരു തവണ അല്ലെങ്കിൽ മാസത്തിലൊരു തവണ നമ്മുടെ കുടുംബക്കാരുടെ വീടുകൾ സന്ദർശിക്കുക. പോകുമ്പോ എന്ത് ചെയ്യാ? എന്തെങ്കിലും ഒരു കവർ, എന്തെങ്കിലും ഒരു പൊതി, എന്തെങ്കിലും ഒരു ഗിഫ്റ്റുമായിട്ട് അവിടെ ചെല്ലുക. തഹാദോ തഹാബോ, നിങ്ങൾ സമ്മാനം നൽകണം. തഹാബോ, നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാകും. സമ്മാനം നൽകണം. വീടുകളിലേക്ക് പോകുമ്പോ കൈയും വീശി പോകുന്നതിന് പകരം ഒരു ഐസ്ക്രീമോ അല്ലെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കുടുംബക്കാരുടെ വീട്ടിലേക്ക് പോകണം. നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കാൻ അത് കാരണമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യയെ സമീപിക്കുമ്പോ എന്നെങ്കിലും ഒരു ദിവസം സർപ്രൈസായിട്ട് ഭാര്യയ്ക്കൊരു മോതിരം വാങ്ങിച്ചു കൊടുക്കുക. ഭാര്യ ഇങ്ങനെ പിന്നാലെ കൂടി സൈക്കിൾ എടുത്തതിന് ശേഷം വാങ്ങിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. എനിക്ക് കൈച്ചേണ് വേണം, 2 വർഷമായി പറയാൻ തുടങ്ങിയിട്ട് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. ഇങ്ങനെ പിന്നാലെ സൈക്കിൾ എടുത്തപ്പോ വാങ്ങിച്ചു കൊടുത്തു. അതിൽ സ്നേഹമൊന്നും വർദ്ധിക്കില്ല. നമ്മളൊരു സർപ്രൈസായി ഭാര്യ അറിയാതെ ഭാര്യയ്ക്കൊരു ഗിഫ്റ്റ് കൊണ്ടുപോയി കൊടുക്കുക. തുറന്നു നോക്കുമ്പോ മാഷാ അല്ലാഹ് കൈച്ചേനാണ്. എന്ത് സന്തോഷം ഉണ്ടാകും! പെണ്ണിന് പൊന്ന് കിട്ടുന്നതിനേക്കാളും സന്തോഷം വേറെ ഉണ്ടോ? കഴിയുന്നത് കൊടുക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ചെറിയ നമ്മൾ 2-4 പവനല്ല, എന്തെങ്കിലും ഒരു മോതിരം അല്ലെങ്കിൽ ഒരു കൈച്ചേൻ അല്ലെങ്കിൽ ഒരു പാദസരം അല്ലെങ്കിൽ വളകൾ, ഇങ്ങനെ നമ്മളാൽ കഴിയുന്ന, സ്വർണം തന്നെ വേണമെന്നില്ല. തഹാദോ, നിങ്ങൾ ഇടയ്ക്കിടെ സമ്മാനം കൊടുക്കുക, ഇടയ്ക്കിടെ സമ്മാനം കൊടുക്കുക. പെണ്ണ് ഭർത്താവിനും കൊടുക്കുക.
നിന്നാൽ കഴിയുന്നത്, നമ്മളാൽ കഴിയുന്നത് ഭർത്താവിനും കൊടുക്കുക. തഹാബൗ, എന്നാൽ നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കും. ഇത് പഠിപ്പിച്ചതാരാ? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മളുടെ ദാമ്പത്യ ജീവിതം ഫെയിലിയറാണ്, അത് പരാജയമാണ് എന്ന് പറഞ്ഞ് നടക്കണ്ട. ദാമ്പത്യ ജീവിതത്തിൽ ഇങ്ങനെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് സ്നേഹം വർദ്ധിക്കുന്നത്. അള്ളാഹു നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ കുടുംബബന്ധം പുലർത്തിയാലുള്ള നേട്ടം എന്താണ്? ഒന്ന്, നമ്മുടെ ആയുസ്സിൽ വർധനവുണ്ടാവും, ആയുസ്സിൽ ബർക്കത്തുണ്ടാകും. അതേപോലെ മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരവസ്ഥ അവർക്കുണ്ടാവൂല. അള്ളാഹു അവരെ സംരക്ഷിക്കുമെന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്. ഒരു ഹദീസ് കാണാം, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫല്യസിൽ റഹിമ. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവരാണെങ്കിൽ, അന്ത്യനാളിനെ കൊണ്ട് വിശ്വസിക്കുന്നവരാണെങ്കിൽ എന്ന് പറഞ്ഞാൽ, നീ ഒരു മുസ്ലിമാണെങ്കിൽ ഫല്യസിൽ റഹിമ, നീ കുടുംബബന്ധം പുലർത്തണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനിന്റെ അടയാളമാണ് കുടുംബബന്ധം പുലർത്തുക എന്ന് പറഞ്ഞാൽ.